ഉന്നാവോ ബലാത്സംഗ കേസിൽ കുൽദീപ് സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ച ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. സുപ്രീം കോടതി നടപടി CBI നൽകിയ അപ്പീലിലാണ്. ഇത്തരം കേസുകളിൽ സാധാരണഗതിയിൽ സ്റ്റേ നൽകാറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി ഈ കേസിൽ എങ്ങനെ ഇടപെടാറില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഇതൊരു പ്രത്യേക കേസാണ്. ഒരു 15 വയസ്സുകാരിയെ പെൺകുട്ടിയെ പീഡിപ്പിച്ചു, അത് പൊതുസേവകനാണ് എന്നതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേക ആനുകൂല്യം ലഭിക്കേണ്ടതില്ല എന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിർണായകമായ ഇടപെടൽ വന്നിരിക്കുന്നത്. വിഷ്ണു തലവൂർ ഒരിക്കൽ കൂടി ചേരുകയാണ്. വിഷ്ണു, എന്താണ് ഇപ്പോൾ നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചത്? അഭിഭാഷകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അഭിഭാഷക പറഞ്ഞത്? ഒപ്പം തന്നെ സുപ്രീം കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കൂടി. സിജു, തീർച്ചയായിട്ടും അല്പം മുന്നേ നമ്മളോട് സംസാരിച്ചത് അഭിഭാഷകയും അതോടൊപ്പം തന്നെ ആക്ടിവിസ്റ്റുമായിട്ടുള്ള അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന യോഗ്യതയാണ് അല്പം മുന്നേ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും വിധിയിൽ വലിയ സന്തോഷമെന്ന് തന്നെയാണ് ഇപ്പോൾ യോഗ്യത ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ രാജ്യത്തെ പെൺകുട്ടികൾക്ക് എല്ലാം വേണ്ടിയുള്ള വിധി ആണ്. വിധിയിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അഭിഭാഷക നമ്മളോട് ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും കുൽദീപ് സിംഗ് സെൻഗാറിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും നേരിടേണ്ടി വന്നിരിക്കുന്നത്. കാരണം തുടക്കം മുതൽ തന്നെ, അതായത് ഹൈക്കോടതിയിൽ ഇത്തരത്തിൽ ശിക്ഷ മരവിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഉയർന്നു വന്ന ഏറ്റവും വലിയ വിമർശനമെന്ന് പറയുന്നത് ഈ കേസിൽ ഉദ്യോഗസ്ഥർ ഒത്തുകളിച്ചു എന്നൊരു കാര്യമാണ്. കാരണം ഇത്തരത്തിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യത്തിൽ അന്ന് CBI ഇട്ട ഒരു വകുപ്പെന്ന് പറയുന്നത് ഈ പബ്ലിക് സർവൻറ്റ് കൂടി ചേർത്തിരുന്നു. പക്ഷേ IPC നിയമപ്രകാരം പബ്ലിക് സർവൻ്റായി MLA വരില്ല എന്നൊരു കാര്യം ചൂണ്ടിക്കാട്ടിയാണ് CBIയുടെ ആ ഒരു കേസിൽ ഇത്തരത്തിൽ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടാവുകയും കുൽദീപ് സെൻഗാർ നൽകിയ ഹർജിയിൽ പബ്ലിക് സർവൻ്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം എഴുതി ചേർത്തത് കൊണ്ട് തന്നെയാണ് ഹൈക്കോടതി വിധി മരവിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് വാദം കേൾക്കുന്നത് വരെ വിധി മരവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും അതിനെയാണ് ഇപ്പോൾ സുപ്രീം കോടതി അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് പബ്ലിക് സർവൻ്റ് ആണോ അല്ലയോ എന്നത് ഇത്തരം കേസുകളിൽ നോക്കേണ്ട കാര്യമില്ല, CBI നോക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇത്തരത്തിലൊരു പീഡനം നടക്കുമ്പോൾ പെൺകുട്ടിക്ക് 15 വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്, 16 വയസ്സിൽ താഴെയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ പോക്സോ നിയമം നിലനിൽക്കുന്ന കേസുകളിൽ പ്രതിഭാഗത്ത് പ്രതി എന്ന് പറയുന്നത് ആരാണ് എന്ന് നോക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് വലിയ ഉന്നത സ്ഥാനത്തിരിക്കുമ്പോഴാണ് പ്രതി ഇത്തരമൊരു കുറ്റകൃത്യം ചെയ്തത് എന്നൊരു കാര്യം കൂടി സുപ്രീം കോടതി എന്തായാലും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നിലവിൽ CBIക്ക് നോട്ടീസ് ഈ സാഹചര്യത്തിൽ എടുത്തു പറഞ്ഞു പോകേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരുപക്ഷെ ഡിസംബർ 23 ദില്ലി ഹൈക്കോടതിയുടെ ഉത്തരവ് വരുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ ഞെട്ടിപ്പോയതാണ്. മോദി ഭരിക്കുന്ന ഇന്ത്യയിൽ നീതിന്യായ വ്യവസ്ഥയും മോദിക്ക് മുന്നിൽ വഴങ്ങുന്നുവോ എന്ന സംശയം ഉയരുന്ന തരത്തിലായിരുന്നു കുൽദീപ് സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ചത്. എന്തുകൊണ്ട് അങ്ങനെ ചോദ്യം ഉയരുന്നു എന്ന് പറഞ്ഞാൽ കുൽദീപ് സെൻഗാർ BJPയുടെ MLA ആയിരുന്നു. അന്ന് ഈ സംഭവം നടക്കുമ്പോൾ യോഗി ആദിത്യനാഥിന്റെ വീടിന് മുന്നിൽ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് സത്യാഗ്രഹം ഇരിക്കേണ്ടി വരുന്നു. പിന്നീട് കസ്റ്റഡിയിൽ പെൺകുട്ടിയുടെ പിതാവ് കൊല്ലപ്പെടുന്നു. അങ്ങനെ ഒരു ഭരണകൂടം, മോദി ഭരണകൂടം, അതിന് താഴെയുള്ള ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ BJP ഭരണകൂടം നടത്തിയ നിഷ്ഠൂരമായ ക്രൂരതയാണെന്ന് തന്നെ പറയേണ്ടി വരുന്നു. അവിടെയാണ് ആ നീതിപീഠം കൂടി ഈ ഭരണകൂടത്തിന്റെ ഈ ക്രൂരതകൾക്കെതിരെ വഴങ്ങി എന്ന സംശയം ധരിപ്പിക്കുന്ന തരത്തിൽ ഈ ജാമ്യം നൽകുകയും ശിക്ഷ മരവിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും എടുത്തു പറയേണ്ടി വരുന്നത്. കേസിലെ പ്രതി BJP MLA, കോടതി ഉത്തർപ്രദേശ് ഭരിക്കുന്നത് യോഗി ആദിത്യനാഥ് BJP സർക്കാർ, കേന്ദ്രം ഭരിക്കുന്നത് BJP സർക്കാർ. അവിടെ BJPക്ക് വഴങ്ങുകയായിരുന്നോ ദില്ലി ഹൈക്കോടതി എന്നുള്ള സംശയം പല കോണുകളിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്തു. അവിടെ സുപ്രീം കോടതി ഇടപെടുമ്പോൾ നീതി പുലരുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരുന്നു. സിജു, തീർച്ചയായിട്ടും സുപ്രീം കോടതി കൃത്യമായി തന്നെ പറയുന്നത് ദില്ലി ഹൈക്കോടതിയുടെ വിധി എന്ന് പറയുന്നത് തികച്ചും സാങ്കേതികത്വത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് ദില്ലി ഹൈക്കോടതി ഇത്തരമൊരു വിധി പറഞ്ഞത് എന്ന് തന്നെയാണ് ഇത്തരത്തിൽ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കേസുകളിൽ സാങ്കേതികത്വം നോക്കേണ്ട കാര്യമില്ല എന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് കൃത്യമായിട്ടൊരു മറുപടി പറയുകയും ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തത്.